أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات إنا لا نضيع أجر من أحسن عملا. صدق الله العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി തെളിവ് സഹിതം കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടും താൽക്കാലികമായ ആവശ്യത്തിന് വേണ്ടി ദീന് സ്വീകരിക്കാതെ പിന്മാറുന്ന ആളുകൾക്ക് അതിശക്തമായ താക്കീത് കൊടുത്ത ആയത്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഓതിയത്. അവർക്ക് കഠിനമായ നരകത്തിലെ തീജ്വാലകൾക്കുള്ളിലുള്ള താമസമാണ് എന്ന ആയത്താണ് ഇന്നലെ പരാമർശിച്ചത്. അപ്പോൾ ഖുർആന്റെ ഒരു ശൈലി നരകക്കാരെ കുറിച്ചും അവരുടെ കാഠിന്യത്തെക്കുറിച്ചും പറഞ്ഞാൽ ഉടൻ സ്വർഗത്തെക്കുറിച്ച് പറയും. അത് ഖുർആന്റെ അള്ളാഹുവിൻ്റെ ഒരു ശൈലിയാണ്. എല്ലാ സ്ഥലത്തും അത് കാണാം. നരകക്കാരെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ട് വളരെ ഗൗരവത്തിൽ കണ്ട് വരുമ്പോഴേക്ക് സ്വർഗക്കാരെ കുറിച്ച് പറയും. അല്ലെങ്കിൽ സ്വർഗക്കാരെ കുറിച്ച് ഇങ്ങനെ സന്തോഷിപ്പിച്ച് സമാധാനിപ്പിച്ചാൽ പിന്നെ നരകക്കാരെ കുറിച്ച് പറയും. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പലപ്പോഴും പറയാറുണ്ട്, ഖുർആന്റെ ക്രോഡീകരണം ഇന്നത്തെ ശൈലിയിൽ അല്ലായിരുന്നെങ്കിൽ ഈമാനുള്ള ആളുകൾക്ക് ഓതാൻ കഴിയില്ല. എന്താ ഈമാനുള്ളവർക്ക് ഓതാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഈമാൻ ഇങ്ങനെ ദർശിച്ചിട്ട് നരകത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് പേടിച്ച് അറ്റാക്ക് വരുമെന്ന് തോന്നും. അപ്പോഴേക്ക് സ്വർഗം പറയും. അപ്പൊ സമാധാനമായി. ആ ഒരു രീതിയിലാണ് ഖുർആന്റെ ക്രമീകരണം. ഇന്നലെ നമ്മൾ ചർച്ചക്കെടുത്ത സൂറത്തുൽ കഹ്ഫിലെ ആയത്ത് അങ്ങനെയാണ്. ഇതുകൊണ്ട് പറയുമ്പോഴേക്ക് ഈമാനുള്ള ആളുകളോട് പേടിച്ചിട്ട് കൽബൊക്കെ ഇങ്ങനെ ഇളകാൻ തുടങ്ങും. അപ്പോഴേക്ക് ഈ ആയത്ത് വന്നു, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഇന്നാ ലാ നുളീഉ അജ്റ മൻ അഹ്സന അമലാ. ഇന്നല്ലദീന ആമനൂ, നിശ്ചയം വിശ്വസിച്ച ഒരു വിഭാഗം, വിശ്വസിച്ച ആളുകൾ, നിശ്ചയം വിശ്വസിച്ച ആളുകൾ, വഅമിലുസ് സ്വാലിഹാത്ത്, അവർ സദ്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ഇന്നാ, നിശ്ചയം നമ്മൾ, ലാ നുളീഉ, നമ്മൾ പാഴാക്കുകയില്ല, അജ്റ, കൂലിയെ, മന്നൊരുത്തന്റെ അഹ്സന അമല, അവൻ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്, അമലിനെ ഇഹ്സാനി പൊസിഷനിൽ ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ അമല് നമ്മൾ ഒരിക്കലും പാഴാക്കി കളയുകയില്ല. ഇത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്ന അവന്റെ സന്തോഷിക്കാനുള്ള വാഗ്ദാനമാണ്. നിസ്കരിക്കുന്ന ആളുകൾക്ക് സന്തോഷം, നോമ്പോക്കുന്ന ആളുകൾക്ക്, ഖുർആൻ ഓതുന്ന ആളുകൾക്ക്, ഹജ്ജും ഉംറയും പടച്ചവന് വേണ്ടി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇത്തരം ആയത്തുകൾ എന്തെന്നല്ലാത്ത പ്രതീക്ഷയും സന്തോഷവുമാണ്. എന്തുകൊണ്ട്? അള്ളാഹ്ക്ക് ഒരാൾ ചെയ്ത അമല് സ്വീകരിക്കൽ നിർബന്ധമൊന്നുമില്ല. ഒരുപാട് അമല് ചെയ്ത തീരെ തെറ്റ് ചെയ്യാത്ത നല്ലൊരു മനുഷ്യനെ പിടിച്ച അള്ളാഹ് നരകത്ത് കിട്ടാലും അതവന്റെ നീതിയാണ്. കാരണം എന്താ? ഓനെല്ലാത്തിനും വലുത്, എല്ലാത്തിനും സൃഷ്ടിച്ച, എല്ലാത്തിനും അധികാരമുള്ള ആളാണ്. ഫഅാലുൽ ലിമാ യുരീദ്, ഇഷ്ടമുള്ളത് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇത് അള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഔദാര്യത്തിന്റെ വാഗ്ദാനമാണ്. നല്ലത് ചെയ്ത് ജീവിച്ചവർ പേടിക്കണ്ട, നമ്മൾ ഓലൊന്നും പാഴാക്കൂല. വേറെ സ്ഥലത്ത് അള്ളാഹ് പറയണു, നമ്മൾ വാഗ്ദാനം ലംഘിക്കയില്ല. അപ്പൊ രണ്ടും കൂടി കൂട്ടി വായിച്ചാൽ നല്ല മട്ടത്തിൽ ജീവിച്ച് അമലുകളൊക്കെ അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് നല്ല പ്രതീക്ഷയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹ് എന്നെ വെറുതാക്കൂല, സ്വർഗ്ഗത്ത് കടത്തുന്നു. കാരണം ഇത്തരം വർത്താനങ്ങൾ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ അധികാരി ആയിരിക്കെ അള്ളാഹ് പറഞ്ഞു, അള്ളാഹ്ക്ക് എന്തും ചെയ്യാം, അതൊക്കെ നീതിയാണ്. അള്ളാഹ് എല്ലാത്തിനെയും സൃഷ്ടിക്കുന്ന അല്ലല്ലേ, അപ്പൊ അവനക്ക് എന്താ ചെയ്തുകൂടാത്ത? എന്തും ചെയ്യാം. പക്ഷെ അള്ളാഹ് പറഞ്ഞിട്ട് നമ്മളെ അധികാരം വിനിയോഗിച്ചിട്ട് എന്തും ചെയ്യുന്ന ആളൊന്നുമല്ല, ഔദാര്യവാനാണ്. അതുകൊണ്ട് നിങ്ങൾ അമൽ ചെയ്തോളി, അമൽ ചെയ്ത ആളുകളെ നമ്മൾ വെറുതാക്കൂല എന്ന് അള്ളാഹ് പറഞ്ഞതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അവിടെ ആദ്യം ഖൽബിയ അമലിനാണ് ഖുർആൻ എല്ലായിടത്തും മുന്തിക്കുക. ഖൽബിയ അമലിന്റെ പേരാണ് ഈമാൻ. ഇന്നല്ലദീന ആമനൂ, അത് കഴിഞ്ഞിട്ടാ വഅമിലു സ്വാലിഹാത്തി എന്ന് പറയുന്നത്. ഈമാൻ ഇല്ലാതെ എത്ര അമലു സ്വാലിഹാത്ത് ചെയ്തിട്ടും കാര്യമില്ല. ചില ആളുകൾ പറയാറുണ്ട്, ആള് മുസ്ലിം അല്ലെങ്കിലും നല്ലൊരു മനുഷ്യനാണ്,
നല്ല മനുഷ്യൻ എന്നുള്ളത് നമ്മൾ ദുന്യവിയായ മാനവികത വെച്ചുകൊണ്ട് പറയാം. പക്ഷെ ആഖിറത്തിലേക്ക് ചേർത്തിയിട്ട് ആള് സ്വർഗത്തിലാന്ന് അതുകൊണ്ട് പറയാൻ പറ്റൂല. ഈ ഒരു ചിന്തയിൽ നിന്നാണ് ചില പ്രത്യേക പേരുകളൊക്കെ എടുത്തുകൊണ്ട് അയാൾ സ്വർഗത്തിലാണോ നരകത്തിലാന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ ആളുകളിനെ പ്രസംഗിക്കാറുണ്ട്. ജവഹർലാൽ സ്വർഗത്തിലാണോ, ഗാന്ധിജി ഇല്ലാത്ത നരകത്തിൽ ഞാനില്ല. ഒരാൾ പ്രസംഗിക്കാം, ഗാന്ധിയിലില്ലാത്ത നരകത്തിൽ ഞാനില്ല. അങ്ങനെ സോറി എന്നല്ല തീരെ ഉറങ്ങിയിട്ടില്ല. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കണോ ഒന്ന് തിരിവേണല്ലോ എനിക്ക്. അപ്പൊ ഗാന്ധിജി ഇല്ലാത്ത സ്വർഗത്തിൽ ഞാനില്ല, നെഹ്റു ഇല്ലാത്ത സ്വർഗത്തിൽ ഞാനില്ല, ലാൽ ബഹദൂർ ശാസ്ത്രി ഇല്ലാത്ത സ്വർഗത്തിൽ ഞാനില്ല. ഈ ബനാര ഇത് പറയുന്നത്. ഇനിയിപ്പോ ഗാന്ധിജി നരകത്തിലാന്ന് പറയാൻ നമുക്ക് പറ്റുമോ? പറ്റൂല. മൈതസ്കരിക്കാൻ പറ്റുമോ? അതും പറ്റൂല. അങ്ങനെയുണ്ടൊരു തത്വം. എന്നോട് ആരെങ്കിലും നാള് വലിയൊരു സാഹസിൽ വെച്ച് ഇതേ ചോദ്യം, ഗാന്ധിജി സ്വർഗത്തിലാണോ എന്ന് വെച്ചു, എനിക്കറിയില്ല. നമ്മളിപ്പോ സ്വർഗത്തിന്റെ പട്ടിക കയ്യിൽ ചേർക്കാം. നമ്മൾ കാഫർ നരകത്തിലാന്ന് പറയും. ഇപ്പൊ ഗാന്ധിജിയോ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ശ്വാസം എങ്ങനെയെന്ന് ഇപ്പൊ എനിക്കറിയോ? അല്ല, നമ്മളിപ്പോ സ്വർഗത്തിലാന്ന് ഉറപ്പുണ്ടോ? ഗാന്ധിജിന്റെ അവിടെ കട്ടെ. നമ്മളിപ്പോ സുവിസ്കരിച്ച് എല്ലാ നിസ്കാരവും അനുഷ്ഠിക്കുന്നവര്, പരമാവധി സുന്നത്ത് പെരുപ്പിക്കാൻ ശ്രമിക്കുന്നവര്, എന്നിട്ട് ഓരോരുത്തർക്ക് ഉറപ്പിക്കാൻ പറ്റുമോ അവനാൻ സ്വർഗത്തിലാണ്? ഇങ്ങനെയൊക്കെ ചെയ്ത് ജീവിച്ചാൽ സമാധാനമായി. ഇത് ഉടയാതാണ്ട് പോയാൽ സ്വർഗം കിട്ടുമല്ലോ, അള്ളാഹ് പറഞ്ഞണല്ലോ എന്നുള്ള സമാധാനമുണ്ട്. നേരെ മറിച്ച് ചില ആളുകൾ അള്ളാഹു തആല ഇഷ്ടപ്പെട്ട് അവസാന സമയത്ത് ഷഹാദത്തിന്റെ ബോധം കൊടുക്കും. അത് ചൊല്ലി മരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളെ നോട്ടത്തിൽ കുമാരന് സ്വർഗത്തിൽ പോയാൽ അവിടെ ഉണ്ടാവും. അതിലിപ്പോ അദ്ദേഹം പെട്ടുകണോ ഇല്ലയോ നമുക്കറിയില്ല. അതുകൊണ്ട് ഒരു പേരെടുത്തിട്ട് ഓൻ നരകത്തിലാണ് ഇവൻ സ്വർഗത്തിലാണ് എന്ന് പറയാനുള്ള അധികാരമൊന്നും നമുക്കില്ല. അബൂലഹബ് എവിടെയെന്ന് വെച്ചാൽ നരകത്തിൽ എന്ന് പറയാം, കാരണം ഖുർആൻ പറഞ്ഞു. ഇബ്ലീസ് എവിടെ? നരകത്തിലാണ്. ഇനി മുസ്ലിം ആവുന്നില്ല, അതൊക്കെ വെറുതെ വിടുവായിത്താണ്. അങ്ങനെ ചില ആളുകൾ പറയുന്നുണ്ട് ഇബ്ലീസ് മുസ്ലിം ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇബ്ലീസ് എവിടെയെന്ന് വെച്ചാൽ അത് നരകത്തിൽ തന്നെയാണ്. കാരണം അത് ഖുർആൻ പച്ചക്ക് കൃത്യമായിട്ട് പറഞ്ഞത്, അത് തെറ്റൂല. നേരെ മറിച്ച് ഖുർആനിൽ പേരെടുത്ത് പറയാത്ത ആളുകളെ കുറിച്ച് നമുക്കൊന്നും മിണ്ടാൻ പാടില്ല. അവരുടെ ലാസ്റ്റ് എങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അങ്ങനെയുണ്ട്. എത്രയോ കിതാബുകളിൽ സമാനമായ സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കിതാബ് കണ്ടിട്ടുണ്ട്, ഒരു ജൂതൻ മരിച്ചുപോയപ്പോ മഹാനായ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിനെ, പണ്ഡിതന്മാരുടെ കിനാബ് യാഥാർത്ഥ്യാവുമല്ലോ, അത് വഹയിന്റെ അലയോലിയിൽ നിന്ന് ഒരു അലയോലിയാണ്. അപ്പോ അയാളിങ്ങനെ സ്വർഗത്തില് നല്ല പട്ടിന്റെ കുപ്പായം കിരീടൊക്കെ വെച്ചിരിക്കുകയാണ് ഈ ജൂതന്. അദ്ദേഹത്തിന് കിനാവിൽ തന്നെ സംശയം, ഇയാൾ ജൂതനായി ജീവിച്ച് മരിച്ച ആളല്ലേ, എന്റെ അയൽവാസിയാണല്ലോ, ഇയാൾ സ്വർഗത്തിലോ ശൈത്താനിയായ കിനാവ് ആയിരിക്കോ ഇത് ഇങ്ങനെ തോന്നിയപ്പോ ആ ജൂതൻ കിനാവ് തന്നെ മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്, മൂല്യരെ ഉസ്താദെ തെറ്റിദ്ധരിക്കണ്ട, ഞാൻ സ്വർഗത്തിലെ ശൈത്താനൊന്നുമല്ലത്. ഈ ജൂതനല്ലേ, എന്റെ വിശ്വാസത്തിൽ സ്വർഗത്ത് പോകാൻ പാടില്ലല്ലോ, ഞാൻ ജൂതനൊക്കെ തന്നെയാണ്. പക്ഷെ നിങ്ങളൊന്നും അറിയാത്തൊരു ബഹുമാനം ഇസ്ലാമിനോട് ഞാൻ സ്വകാര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താന്ന് വെച്ചു, എന്റെ മോനെ റമദാൻ മാസത്തിൽ പകൽ സമയത്ത് അങ്ങാടിയിൽ പരസ്യമായിട്ട് പത്തിരി തിന്നണ ഞാൻ കണ്ടു. അയാൾക്ക് പത്തിരി തിന്ന കാരണം അയാൾ മുസ്ലിം അല്ല, ജൂതനാണ്. പക്ഷെ എനിക്ക് സഹിച്ചില്ല. കാരണം നിങ്ങളെല്ലാരും പട്ടിണി എടുന്ന് ബഹുമാനിക്കുന്ന ഒരു മാസത്തില് എന്റെ മോൻ പരസ്യമായിട്ട് അങ്ങാടിയിൽ നിന്ന് പത്തിരി തിന്നുള്ളത് ശരിയായിട്ടില്ല. ഓൻ വീട്ടിൽ വന്നപ്പോ ഞാൻ ശക്തമായി നേരിട്ടു. മാപ്പിളാർക്ക് നോമ്പുള്ള റമദാനാണത്. ഓല് പട്ടിണി എടുത്തിട്ട് അങ്ങാടിയിൽ ഉണ്ടാവുമല്ലോ കുറെ, അവരെ വെച്ചിട്ട് അവരെ ബഹുമാനിക്കുന്ന മാസത്തിനെ നീ അവഹേളിക്കാണോ? ഇനി ഇത് പണി ചെയ്താൽ പോരയ്ക്കാൻ പറ്റില്ല. ബഹുമാനിച്ചു റമദാൻ മാസത്തിന്. അതുകൊണ്ട് പടച്ച തമ്പുരാൻ എനിക്ക് അവസാന സമയത്ത് ഈമാന് എന്റെ ബോധത്തിൽ ഇട്ടെന്നിട്ട് ഞാൻ ഷാത്തും ചൊല്ലിയിട്ടാണ് മരിച്ചത്. അങ്ങനെ ഉണ്ടാവാ, തിരിച്ചുണ്ടാവാ. തിരിച്ചു നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് മനസ്സിലായില്ല? പള്ളിയിൽ വന്ന് നിസ്കരിച്ച്, പക്ഷെ എന്തോ കാരണം കൊണ്ട് അങ്ങനെ ഉണ്ടാവാം. സ്വകാര്യമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളായിരിക്കാം, സ്വകാര്യമായിട്ട് ലഹരി ഉപയോഗിക്കുന്നുണ്ടാവും, നിക്കാരത്തെ മുമ്പുണ്ടാവും. ഇഷ്ടംപോലെ ആളുകളില്ലേ. ഞാൻ തന്നെ ഒരു പരിപാടിക്ക് പോയപ്പോ നല്ല താമ്പുള്ള ഒരാളുണ്ട്. ആളെ താമ്പിന്റെ ഊക്ക് കണ്ടപ്പോ ഞാൻ കുനിഞ്ഞിട്ടാണ് ഇത് വരക്കാൻ പറഞ്ഞത്. അങ്ങനെ വരക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് അവിടുത്തെ കാളിയരിന്റെ ജുബ്ബ പിടിച്ച് വലിച്ച്, വേണ്ട അവിടുത്തെ വലിയ കഞ്ചാവിന്റെ ആളാന്ന് പറഞ്ഞു. ഉണ്ടാവൂലേ? അതിന് അവർക്ക് അറിയണോണ്ട് അറിയാത്തത് ഉണ്ടാവൂലേ. അപ്പൊ ചില കടുത്ത തെറ്റുകൾ ഉണ്ടാവും, തോപ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ആളുകൾ ഈമാൻ തെറ്റി മരിക്കും ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ കളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം, അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. ഇത് വളരെ ശരിയാണ്. ഈമാൻ ദാർഢ്യമായി അമലുണ്ടെങ്കിൽ ഇത് അള്ളാന്റെ വാഗ്ദാനമാണ്.
അവനെ നമ്മൾ വെറുതാക്കൂല എന്നല്ല പറഞ്ഞിട്ടുണ്ട്. അല്ല വെറുതെ വെക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ ആശ്വാസല്ലേ. ഇന്ന ലാ നുളിഉ അജ്റ മൻ അഹ്സന അമല. നല്ല മട്ടത്തിൽ ജീവിച്ച് നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന ആളെ നമ്മൾ പാഴാക്കൂല. അവന്റെ കൂലി നമ്മൾ കളഞ്ഞു വിളിക്കൂല. അത് കൃത്യമായിട്ട് അളവിലപ്പുറം കൊടുക്കും. അളവിലപ്പുറം തന്നിട്ടില്ലെങ്കിൽ നമ്മൾ സ്വർഗത്ത് പോവോ? നമ്മളിനി സ്വർഗത്ത് പോവോന്ന് കൂട്ടുക. നമ്മൾ ചെയ്ത അമലുകളൊക്കെ അള്ളാഹു സ്വീകരിച്ചിട്ട് നമ്മൾ സ്വർഗത്ത് കടത്തുകയാണെങ്കിൽ എത്ര കൊല്ലം ഉണ്ടാവും ഇപ്പൊ സ്വർഗത്തില്? നമ്മൾ വെക്കണ കണക്കനുസരിച്ച് നമ്മളിപ്പോ ഇന്നത്തെ സുബഹി സ്വർഗത്തിൽ ഇപ്പൊ എത്ര മിനിറ്റ് അഥവാ നിൽക്കുകയാണെങ്കിൽ നിൽക്കാണ്ടാവും. അങ്ങനെ ഇപ്പൊ ഈ 60-70 കൊല്ലത്തിനിടയിൽ നമ്മൾ ചെയ്ത അമലുകളൊക്കെ കൂടി കണക്കൂട്ടിയിട്ട് ആ സമയം അനുസരിച്ചുകൊണ്ട് അല്ല നമ്മൾ സ്വർഗത്തിൽ എത്തുകയാണെങ്കിൽ കൂടിയൊന്നും ഒരു കൊല്ലം. പിന്നെ അള്ളാഹ് പറയും, ഈ അടച്ച പൈസ കഴിഞ്ഞിരിക്കണേ, ഇനി പുറത്തു പോയി നോക്കും. പക്ഷെ നടക്കണ അങ്ങനെയല്ലല്ലോ. ചെറിയ തുമ്പ് അമലുകൾ അതെന്നെ പൂർണ്ണ മനസാന്നിധ്യം ഇല്ലാതെ അതെന്നെ ഫർളും സുന്നത്തുകളൊക്കെ ശരിക്കൊക്കെ കൂടി പരിശോധിച്ചാൽ, കാരണം കുറെ ആൾക്കാർ ഇപ്പൊ സുജൂദ് കിടക്കുമ്പോൾ തന്നെ 2 കാലം ഇങ്ങനെ ഈ റെയിൽവേ ഗേറ്റ് തുറക്കണമായിരിക്കും, അങ്ങനെ പൊന്തിയിട്ട് കിടക്കണം. ഞാൻ പഠിച്ചനുസരിച്ചുകൊണ്ട് സുജൂദ് ശരിയാവൂല. സുജൂദിൽ ചില ആൾക്കാരെ 2 കാലം ഇങ്ങനെ പൊന്തിയിട്ട് നമുക്ക് ആയിരിക്കും പഠിച്ചവനെ ട്രെയിന് പോകാനായിക്കണം, ആയിക്കൂടി അതിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ പോയാലോ അങ്ങനെ നിൽക്കണേ. ഞാൻ പഠിച്ച ദീനനുസരിച്ചുകൊണ്ട് ഓല സുജൂദ് ശരിയല്ല. കാരണം സുജൂദിന്റെ സമയത്ത് കാലിന്റെ പള്ളന്നെ നിലത്ത് വെക്കണം, കഴിയുന്ന അനുസരിച്ചുകൊണ്ട്. 5 കൂടി നയിച്ചിട്ട് ഗുരുക്കളെ കാണാൻ പോകും വേണ്ട, കഴിയുന്ന അനുസരിച്ചുകൊണ്ട്. ഈ വയ്യാതെ 5 കൂടി അമർത്തിയിട്ട് കാലുവേദനായിട്ട് തൈലൊഴിഞ്ഞുകൊണ്ട് വയ്യാൻ നിൽക്കും വേണ്ട. പരമാവധി കാൽപ്പള്ള ഭൂമിയിൽ വെക്കണം. അങ്ങനെയാണ്. ഈ കാലിന്റെ പുറം വെച്ചാലും പോരാ, വിരലുകളുടെ പുറം വെച്ചാലും പോരാ, പള്ളാന്ന് പറഞ്ഞാൽ അടിയത് അങ്ങനെ വെക്കണം. പറ്റുന്നമാര് എല്ലാം 5 കൂടി ചിലപ്പോൾ തട്ടിക്കൊള്ളണമെന്നില്ല, പ്രായം അനുസരിച്ചുകൊണ്ട് ശേഷി കുറയല്ലോ. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന അമലുകളൊക്കെ കൂടി അതിനനുസരിച്ചുകൊണ്ട് അള്ളാഹു തആല ഒരു സ്വർഗം തരികയാണെങ്കിൽ തന്നാൽ തന്നെ ഒരു മൂലക്ക് ഒരു 10-15 മിനിറ്റ് ഇരുത്താനേ ഉണ്ടാവുള്ളൂ. പക്ഷെ അള്ള ഇരുത്തേണ്ട അങ്ങണ്ടല്ലോ, കേറിയാ പിന്നെ പുറത്തു പോവില്ല. നരകത്ത് കയറിയാൽ പുറത്ത് വന്നിട്ട് സ്വർഗത്ത് പോവാം. സ്വർഗത്ത് കയറിയ ഒരാള് കാലം കഴിഞ്ഞിട്ട് പുറത്തു പോകേണ്ട ആവശ്യം വരില്ല, അത് കയറി കിട്ടിയാൽ മതി. അതാണ് ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വർഗത്തിൽ 2 കാല് കുത്തുന്നവരെ ലാ തഅ്മൻ മക്റല്ലാഹ് ഹത്താ തദ്ഖുല ഖദമാക. നിന്റെ 2 കാൽപാദങ്ങൾ സ്വർഗത്തിൽ എത്തുന്നവരെ, പ്രവേശിക്കുന്നവരെ പടച്ചവന്റെ അദാബ് എന്ന മക്രിനെ തൊട്ട് നീ നിർഭയനാവണ്ട എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ സ്വർഗത്തിലാണ്ട് എത്തിയാ പിന്നെ പേടില്ല. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അത് അവിടെയും പുലരും. സ്വർഗത്തിൽ എത്തിക്കിട്ടിയാൽ. നരകത്തിൽ എത്തിയ അങ്ങനല്ല. എത്തിയവര് അവരുടെ കാലാവധി കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകും. ആ കൂട്ടത്തിൽ പെടുത്തട്ടെ എന്ന് പറയാം. ആ കൂട്ടത്തിൽ വേണമെങ്കിൽ ആദ്യം ഒന്ന് അവിടെ പോയിട്ട് സാമ്പിൾ അറിയണം. കഴിയില്ല നമുക്ക്. എന്താ നിങ്ങൾ പറയണേ? ഇന്നലൊക്കെ പറഞ്ഞ ആയത്ത് ഞാൻ ശരിക്കാണ്ട് വിശദീകരിച്ച നിങ്ങളിൽ കുറെ ആൾക്കാർ രോഗികളാകെ കൂടൊന്ന് പേടിച്ചിട്ടാണ് ഞാൻ അവിടെ ചമർത്തിയത്. ഞാൻ ഈ ആയത്തോതി വാള് പറഞ്ഞിട്ട് രോഗികളായ ആളുകളെ എനിക്കറിയാം. ആ രാത്രി വാള് കേട്ടിട്ട് എനിക്കറിയാം. ഇവിടെ ഒന്നുമല്ല, ഇവിടെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ചില ആയത്തുകൾ അങ്ങനെ ഉണ്ടാവും. നമ്മളെ കൊണ്ട് നിങ്ങൾ മരുന്നിന്റെ എണ്ണം കൂട്ടണ്ടെന്ന് വെച്ചിട്ട് കുറച്ചതാ വിശദീകരണം. അപ്പൊ അവിടെ നിന്ന് പോയി കിടക്കാൻ കഴിയില്ല. 1 മിനിറ്റ് പോലും കിടക്കാൻ കഴിയില്ല. 1 മിനിറ്റ് അല്ല, 1 മൈക്രോ സെക്കൻഡ് കഴിയില്ല. നമുക്ക് നരകം തൊടാതെ നേരെ സ്വർഗത്ത് പോകണം. അള്ളാഹു ഈ ഒരുമിച്ച് കൂടൽ അതിന് കാരണമായി സ്വീകരിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഒരു ചരിത്രം കാണാം, അതും കൂടെ പറയാം. ഇപ്പൊ ഇവിടെ കണ്ടോ, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. അപ്പൊ ഒരു അറാബി ഈ ആയത്തേറ്റ് ഹബീബിന്റെ അടുത്തേക്ക് പോയി. അവിടെ വെച്ചു, മുത്തനബിയെ, ഈ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ഇതിപ്പോ ആരാവൂല്? ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ഇന്നാ ലാ നുളിഉ അജ്റ മൻ അഹ്സന അമല. ഇത് ആരാന്ന് വെച്ചു. അപ്പോ കൂടെ 4 ആളുണ്ട്. കൂടെ തന്നെ 4 ആൾ ഇരിക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി പറഞ്ഞു. ഈ 4 ആളെ കുറിച്ചാണ് പറയുന്നത്. ഇനി മറ്റുള്ളവരൊക്കെ പോലെ ഈ 4 ആളെ കെയറോഫിലാണ്. ഈ ഉമ്മത്തിന്റെ ആധ്യാത്മിക ഗുരുക്കളിൽ സമുന്നത സ്ഥാനത്തിരിക്കുന്ന രാജന്മാർ ഈ 4 ആളുകളാണ്. അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ്. ഈ 4 ആളെ എല്ലായിടത്തും വ്യംഗ്യമായി ഖുർആൻ പറയുന്നു. വൽ അസ്ർ, കാലഘട്ടം തന്നെയാണ് സത്യം എന്ന അർത്ഥമുണ്ട്. അസർ നിസ്കാരം തന്നെയാണ് സത്യം എന്ന അർത്ഥമുണ്ട്. വൈകുന്നേര സമയം തന്നെയാണ് സത്യം എന്ന അർത്ഥമുണ്ട്. ഒരുപാട് തഫ്സീറുകളുണ്ട്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, അത് അബൂജാഹില.
ഇല്ലല്ലദീന ആമനു, അത് അബൂബക്കർ സിദ്ദീഖാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, അത് നരകത്തിലാണ്. ഇല്ലല്ലദീന ആമനു അബൂബക്കർ സിദ്ദീഖ്, വഅമിലു സ്വാലിഹാത്ത് ഉമറുൽ ഫാറൂഖ്, വതവാസൗ ബിൽ ഹഖ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, വതവാസൗ ബിസ്സബ്ർ അലി ഇബ്നു അബീ ത്വാലിബ്. ഇത് എവിടെ ഉണ്ട്? ഞാൻ ഉണ്ടാക്കി പറയല്ല, റൂഹുൽ ബയാൻ എന്ന ഗ്രന്ഥത്തിൽ കാണാം. ഞാൻ ഉണ്ടാക്കി പറയാം. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഈ 4 ആളെ അള്ളാഹു തആല കുത്തിക്കയറ്റി. അതിന് നേരിട്ടുള്ള തഫ്സീർ അർത്ഥം അങ്ങനെയല്ല, അതാണ് സൂചന എന്ന് പറഞ്ഞു. ഖുർആന് പിന്നെ നേരെ തഅ്വീൽ ഉണ്ടാവും, മുറാദ് ഉണ്ടാവും, തഫ്സീർ ഉണ്ടാവും, മുറാദ് അല്ലാത്ത വാക്കുകൾ ഉണ്ടാവും, മാന മുറാദ് ഉണ്ടാവില്ല. അതുപോലെ ഇശാറത്ത് ഉണ്ടാവും. ആ ഇശാറത്താണ്. ഇതൊക്കെ കൂടി പഠിക്കുമ്പോഴേ ഖുർആൻ മനസ്സിലാവുള്ളൂ. പരിഭാഷ നോക്കിയാലൊന്നും ഖുർആൻ മനസ്സിലാവില്ല. ഈ 5 കാര്യങ്ങളും അതിലപ്പുറം വേറെയുണ്ട്. ഖുർആന് വാഹിറുണ്ട്, ബാത്തിനുണ്ട്, ബത്തിനുണ്ട്. അങ്ങനെ ഖുർആൻ വലിയ അത്ഭുതമാണ്. അതിലൊന്നാണ് ഈ 4 ആളിലേക്കാണ് ഈ 4 എണ്ണം തിരിയുന്നത്. അതോടുകൂടി അതിന്റെ പരസ്യമായ തഫ്സീർ വേറെ ഉണ്ട് താനും. അതേപോലെ തന്നെ ഈ ആയത്തിലും അള്ളാഹു സന്നിവേശിപ്പിച്ചിരിക്കുകയാണ്. അതാണ് ഈ അറാബിയോട് ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. ഈ ആയത്തിൽ പറഞ്ഞ ആളുകൾ ആരൊക്കെയെന്ന് വെച്ചപ്പോൾ ഈ ഇരിക്കുന്ന 4 ആളുകളാണെന്ന് പറഞ്ഞു മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് മാത്രമല്ല, ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നിന്നിട്ട് സിദ്ദീഖ് എന്നവരെങ്ങനെ ഉണ്ട് വിളിച്ചു. എന്നിട്ട് സിദ്ദീഖ് എന്നവരുടെ തോളത്ത് ഇങ്ങനെ കൈയിട്ടു. അപ്പോഴുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് അപ്പുറം നിൽക്കുകയാണ്. അവരെയും മാടി വിളിക്കുകയാണ്. അവരുടെ തോളിലും ഈ വലങ്കൈ ഇങ്ങനെ വെച്ചു. ഹബീബിന്റെ പവിത്രമായ കൈകൾക്കുള്ളിൽ പ്രധാനപ്പെട്ട 2 ആളുകൾ, അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്. അപ്പൊ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അലിയാരോടുണ്ട്. ഓലം കണ്ട് വിളിച്ചു. അവർ 2 ആളെ തോളിൽ ഇടത്ത കൈ ഇങ്ങനെ വെച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മൾ സ്വർഗത്തിൽ പോൽ ഇങ്ങനെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോ അതിലൂടെ അടിച്ചു കയറി പോകുന്ന ലക്ഷങ്ങളുണ്ട്. അത് ഇവരെ സ്നേഹിച്ചിട്ട് അവരെ അനുധാവനം ചെയ്ത് അവരുടെ ചരിത്രം പഠിച്ച് അവരെ ഫോക്കസ് ചെയ്ത് ജീവിക്കുന്നവരാണ്. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി വസല്ലം. നമ്മളെ റഷീദിക്ക ഇന്നാണോ നിങ്ങൾ വന്നത്? ഇന്നാണോ? ഇന്നലെ ഗൾഫിൽ നിന്ന് കണ്ണൊന്ന് പരിശോധിക്കാൻ വേണ്ടി വന്നതാണ്. ഒരുപക്ഷെ നമ്മുടെ ഈ മജ്ലിസിൽ ദ്വാരുന്നിട്ട് ഒരുപാട് അത്ഭുതങ്ങൾ അനുഭവിച്ച ഒരാൾ കൂടിയാണ്. നേരിട്ട് ചോദിച്ചു നോക്കി, ഞാൻ വെറുതെ പറയില്ല. എന്തൊക്കെയാന്ന് ഞാൻ പറയണില്ല. ആള് വലിയ അത്ഭുതങ്ങൾ വിളിച്ചു പറയും. ഇവിടെ ദ്വാരുന്നിട്ട് കിട്ടിയ റിസൾട്ടുകൾ അത് വെച്ച് കണ്ണിനെന്തോ ചെറിയ പ്രശ്നം ഉണ്ടായിട്ട് മരുന്ന്, ഒരു പച്ചമരുന്ന് കാണാൻ അല്ലേ, ആയുർവേദിക് കാണാൻ വേണ്ടി വന്നതാണ്. അള്ളാഹു തആല പൂർണ്ണമായി ശിഫായി കൊടുക്കട്ടെ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ പേടിയാണ്. പിന്നെ ഈ ആമീൻ പറഞ്ഞതിൽ നിങ്ങൾ പാർണമാരാ, അതുകൊണ്ട് പറയാം. ഞാൻ ഏതോ ഒരു സ്ഥലത്ത് വാതിന്റെ സദസ്സിൽ തേന് കൊടുത്തു. നിങ്ങളെ എന്നെ ട്രോളാക്കി കണ്ടുകണമെന്ന് എനിക്കറിഞ്ഞൂടാ. വാതിന്റെ സദത്ത് ഞാൻ തേന് കൊടുത്ത് ക്യാൻസർ മാറുകയും ചെയ്ത്. ഇത് വേറെ സ്ഥലത്ത് ഒരുപാട് തേന്റെ കുപ്പികൾ കൊടുക്കാൻ വേണ്ടി സംഘാടകർ കൊടുന്നുവെച്ച് കോഴിക്കോട് ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, തേന്റെ കുപ്പികൾ കണ്ടപ്പോ അത് ഉടനെ നടന്നൊരു സംഭവം എനിക്കത് ഓർമ്മ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതേപോലെ ഇന്ന സ്ഥലത്ത് തേൻ കൊടുത്തിട്ട് ഒരു ഉമ്മാന്റെ ക്യാൻസർ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. തുടങ്ങിയില്ലേ ട്രോൾ ചെയ്യല്. ഇനി ആശുപത്രിക്കൊന്നും പോണ്ട, ഇവിടെ വലിയ ഡോക്ടർ വന്നിക്കണ് കയറിയിട്ട് ഏതൊരു പെണ്ണ് പുറത്തിറങ്ങിക്കുന്നു പോ. ഞാൻ എന്താണ് ഈ ചിങ്ങക്കൊക്കെ നീ ചിന്തിക്കുന്നത്? അവൾ മുസ്ലിമത്താണെന്നും പറയണ്ടല്ലോ. യാ അല്ലാഹ്, തേനിൽ ശിഫ ഉണ്ടെന്ന് ഖുർആനല്ലേ. ഫീഹി ശിഫാഉൽ ലിന്നാസ്, അത് ഖുർആനാ. അപ്പൊ അതിൽ ശിഫ ഉണ്ടെന്ന് അള്ളാഹ് പറഞ്ഞു, ശിഫ ഉണ്ടായി. അതിലിപ്പോ നമ്മൾ പറഞ്ഞുള്ളൂ, വേറെന്താ പറഞ്ഞേ? അപ്പൊ ഞാൻ ഇന്നലെ പ്രസംഗത്തിന് അതിന് നല്ലോണം മറുപടി കൊടുത്തു. അവിടെ ഇന്നലെ പ്രസംഗത്തിൽ കുറെ മാഷന്മാരും ഡോക്ടർമാരൊക്കെ ഉണ്ടായി. എനിക്ക് ഭക്ഷണം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ വീട്ടിലായിരുന്നു. അപ്പൊ ഞാൻ അവരിൽ 1-2 ആളുകൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇന്നലെ ക്ലിയർ ആയിട്ട് വിശദീകരിച്ചു. നിങ്ങൾ ആരെങ്കിലും മറ്റേത് കേട്ടിട്ടുണ്ടെങ്കിൽ എന്റെ വിശദീകരണം കൂടി കേൾക്കുന്നത് നല്ലതാണ്. ഇവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല. അത് കഴിഞ്ഞിങ്ങനെ വരുമ്പോ എന്നെ വളരെ സ്നേഹിക്കുന്ന വലിയൊരു പണ്ഡിതൻ എനിക്ക് വിളിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ വിശദീകരിക്കാൻ പോകുന്നത്? അത് കേട്ട എല്ലാവർക്കും അറിയില്ലേ, മഹാപൊട്ടത്തരം. പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടല്ലോ, ഞങ്ങളെപ്പോലത്തെ ആളുകളെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് 2 ആൾ പുറത്തിറങ്ങിയതാണ്, പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ വേറൊന്ന് പറഞ്ഞു. അവര് സത്യത്തില് അവരിൽ ചില ആളുകൾ തേന് ശിഫുണ്ടോ ഇല്ലേ എന്നുള്ള തർക്കത്തിലല്ല നിങ്ങളെ ട്രോളാക്കിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. പിന്നെ എന്താന്ന് വെച്ചു, അവര് കരുതിയത് എന്താണ്, ഈ പോണോടത്തൊക്കെ ഞാൻ ഈ തേനേറ്റ് നടക്കണം, എന്നിട്ട് ഞാൻ വിറ്റിട്ട് പൈസ ഉണ്ടാക്കണം. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്.
എന്റെ വാതുകൊണ്ട് ഉണ്ടാക്കുന്ന പൈസ എന്റെ കൂടെ വരുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മതി. ഞാൻ വാതുകൊണ്ട് ഉണ്ടാക്കുന്ന പൈസ എടുക്കാൻ പോകണമെന്ന്. ചിലപ്പോ എണ്ണന്റെ പൈസ ഞാൻ എടുത്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ എന്റെ വാത്. ഇനിയിപ്പോ നാളെ മറ്റന്നാളിന്റെ വേല എവിടെ നിന്നല്ലോ, ഞാൻ അന്നാള് പോയില്ലേ, വാടകയും കൂടി തരാത്ത സ്ഥലം അവിടുക്കാം. പക്ഷെ അതിനുശേഷം എന്നെ ഏൽപ്പിച്ചപ്പോ ഞാൻ ഏറ്റു. വാടക തന്നിട്ടില്ല എന്നിട്ട് ആ ഏരിയക്ക് ഞാൻ പോകില്ല എന്നിട്ട് ഡയറിയിലെ ചുവന്ന മശ കുത്തൊന്നുമില്ല ഞാൻ പിന്നെയും പോകും. അപ്പൊ അത് വാതൊന്നും വരുമാന മാർഗമല്ല. നമ്മളെ മനസ്സിലുള്ള ഇപ്പൊ ആരോഗ്യമുള്ള സമയമാണ്. ഇതിങ്ങനെ എന്തെങ്കിലും ചെയ്ത നാളെ ആഹൃത്തിന്. അതുകൊണ്ട് ഇനി എന്റെ കൂടെ എപ്പോഴും വരികയാണെങ്കിലും കവറ് വാങ്ങണ്ടോന്നുണ്ടെങ്കിൽ ഇടം കണ്ടിട്ട് നോക്കണ്ട, ഒക്കെ വാങ്ങും. ചിലപ്പോൾ തരികയാണെങ്കിൽ വാങ്ങുകയൊക്കെ ചെയ്യും. തരികയാണെങ്കിൽ വാങ്ങുകയൊക്കെ ചെയ്യും. പക്ഷെ ലക്ഷ്യം അതൊന്നുമല്ല, ലക്ഷ്യം വേറെ. അതൊക്കെ കവറ് അങ്ങനെ ചിലപ്പോൾ വരയിലെത്തുമ്പോഴേക്ക് കവറ് പോയിട്ടുണ്ടാവും. അതൊക്കെ അങ്ങനെയുണ്ട്. ചിലപ്പം പിരിവ് നടത്തുമ്പോ വലിയ സംഖ്യയാണെങ്കിൽ ചിലപ്പോൾ ഞാനാണിക്കും തുടങ്ങല്. ഇപ്പൊ അടുത്ത സ്ഥലത്ത് അതിന് ഇപ്പൊ 12,000 റുപ്യാണ് ഒരിടത്ത് നിന്ന് പിരിക്കണത്. ആ 12,000 റുപ്യ ആദ്യം കൊടുത്തത് ഞാനാ. അവിടുന്ന് കിട്ടണതോ 50,000 അല്ല. നിങ്ങൾ ഇങ്ങനെ ആക്കുമ്പോ മറ്റോടത്ത് പോകും അതിന്റെ മേൽക്ക്. അപ്പൊ ഭൗതികമായിട്ട് എത്ര ഇപ്പൊ നഷ്ടം? 7,000 റുപ്യ എനിക്ക് നഷ്ടം. വാടക ഇഞ്ഞ് തന്നാലോ എണ്ണക്കൊട്ട് തികയില്ല. 5 തന്നാല് ദൂരല്ലേ. എനിക്കാണ് പരിപാടി. എല്ലായിടത്തും അങ്ങനെയാണ് എന്നല്ല, പക്ഷേ ലക്ഷ്യം അതല്ല എന്നാ പറഞ്ഞത്. എന്നിട്ടല്ല ഇപ്പൊ തേൻ വെക്കാൻ നടക്കണം. ഇറ്റിങ്ങൾ മനസ്സിലാക്കി. എന്റെ വണ്ടിന്റെ ടിക്കൽ ഒരു വലിയ തേന്റെ ബോട്ടുണ്ട്, പെട്ടിയുണ്ട്. അപ്പൊ ഈ പോണോടത്ത് മുഴുവൻ അത് വിറ്റിട്ട് ഞാൻ പൈസ ഉണ്ടാക്കണമെന്ന് സാധുക്കൾ കരുതുന്നു. നഞ്ഞ് അങ്ങനൊന്നുമില്ല. എനിക്ക് തേനും അറിയില്ല, കച്ചവടം അറിയില്ല. ഇന്ന് വരെ ഒരു കച്ചവടത്തിന് പല ആളുകളും നിങ്ങളൊന്നൊരു പാർണനായി അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് മറ്റേ പറിച്ചാന്നിട്ട് പലരും പറയലുണ്ട്. ഇല്ല, എല്ലാരും കൂടി തള്ളി പറഞ്ഞിട്ട് ഒരിക്കലും തങ്ങള് ചേളാരി വാർന്ന് വന്നു നിന്റെ റൂമുക്ക്. അങ്ങനെ പറ്റൂല, അങ്ങനെ പറ്റൂല. നിങ്ങൾക്ക് മദീനത്തും മക്കത്തൊക്കെ പോകുന്നില്ല. എന്നാ ഞാൻ ട്രാവൽസ് തുടങ്ങുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്താ തരാൻ പറ്റണ? ഈ ശരീഫ് അഷ്റഫിക്കൊക്കെ അതറിയാം. അത് തന്നിട്ട് നിങ്ങളതിൽ ചേരുക എന്ന് പറഞ്ഞു. ഒരു വലിയ തങ്ങൾ. അയാളെ ബഹുമാനിച്ച് ഞാനൊരു 1,00,000 റുപ്യ കൊടുത്തു അതിൽ ചേരാൻ വേണ്ടിയിട്ട്. ട്രാവൽസിന്റെ പിന്നെ മലയാളിമാരുടെ കൂട്ടത്തിൽ ഞാനും. അങ്ങനെ സാധിക്കലി തങ്ങള്, ജമീൽ തങ്ങള്, എന്റെ ഉസ്താദ് എല്ലാരും കൂടി വന്നിട്ട് ഉദ്ഘാടനം ചെയ്തോടുകൂടി കൽബ് ഇങ്ങനെ കത്താൻ തുടങ്ങി. പഠിച്ച തമ്പുരാനെ എന്താ ചെയ്യാ? ഇവരിപ്പോ എന്നെ പാർട്ണറാക്കിയത് എനിക്ക് പൈസ ഇട്ട് ഞാൻ രക്ഷപ്പെടാൻ മാത്രല്ല, എന്നെ കൂട്ടിയ പാസ്പോർട്ട് കിട്ടും പബ്ലിസിറ്റി ചെയ്താല്. അതും കൂടി ഉണ്ട്. പള്ളിയിൽ വന്ന് ദൂറ് വാങ്ങിക്കൊടുത്ത് സുന്നത്താണ്ട് നിസ്കരിക്കാൻ തക്ബീറൊക്കെയാണ്. അല്ലാഹു അക്ബർ. പാസ്പോർട്ട് കിട്ടുക പഠിച്ചവനെ തുടങ്ങിയ വേദന. ഇനിയിപ്പൊ അതല്ല അടുത്ത്. കാരണം ട്രാവൽസ് തുടങ്ങിയിട്ട് കാര്യമില്ല, പാസ്പോർട്ട് കിട്ടേണ്ട ആൾക്കാരായിരുന്നു. അത്തയ്യാത്തില് വർഷം പുരാനെ എന്താ ചെയ്യാ? ഉടനെ ഞാൻ വിളിച്ച്, ഞാൻ അയക്കില്ല, ഞങ്ങൾ പൈസ എന്നാലും വേണ്ടിയില്ല, പൈസ എന്നെ ഒഴിവാക്കി തന്നെ. പിറ്റേന്ന് തന്നെ ഒഴിവാക്കി. പിറ്റേന്ന് ഞാൻ വിളിച്ചത് എനിക്ക് പണി പറ്റൂല, ഞാൻ ഇല്ല. എന്താന്ന് വെച്ചാൽ അതൊന്നും എനിക്കറിയില്ല, ഞാൻ ഇല്ല. എന്റെ മനസ്സിനും സ്വസ്ഥത ഇല്ല. അങ്ങനെ ആയിരുന്നു ഒഴിവായി. അല്ല എനിക്കൊരു കച്ചവടം തേനയെന്നല്ല, ഒരു കച്ചവടം ഇല്ല. കച്ചവടം നല്ലതല്ല എന്നൊന്നല്ല. ഇനി ട്രാവൽസ് നടത്തണൊക്കെ മോശ. കച്ചവടം നടത്തുന്ന മോശമല്ല. സത്യസന്ധനായ കച്ചവടക്കാരനെ സത്യസന്ധനായ കച്ചവടക്കാരൻ അമ്പിയാക്കളെ കൂടെ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. കച്ചവടക്കാരെ തരം താഴ്ത്തൊന്നും വേണ്ട. ഞമ്മക്ക് എന്നെ അള്ളാഹ് ഏൽപ്പിച്ചത് വഅളാണെന്ന് എനിക്ക് മനസ്സിലായി. അത്രേ ഉള്ളത്. ഓരോരുത്തരും ഏൽപ്പിച്ച ഓരോ കാര്യം ഉണ്ടാവല്ലോ. എന്നെ ഏൽപ്പിച്ചത് വഅളാണ്, ദർസാണ്. മറ്റേ നീ പോണ്ടെന്നാണ് പറഞ്ഞത്. വേറൊന്നുമില്ല. അല്ല, കച്ചവടം ഒന്നും മോശമാണെന്നല്ല, അങ്ങനെ മോശമാക്കാൻ പാടില്ല. കച്ചവടം ശരിയല്ല, മോശമെന്ന് പറഞ്ഞാൽ ഈമാൻ തന്നെ തീർച്ചു. കാരണം ലോകത്തെ ആദ്യത്തെ കച്ചവടക്കാരനാരാ? മുഹമ്മദ് മുസ്തഫ. ഈ ഉമ്മത്തിലെ ആദ്യത്തെ കച്ചവടക്കാരനല്ലേ? ഖദീജ ഉമ്മന്റെ കച്ചവട സംഘത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടില്ലേ? കച്ചവടല്ലേ ഇത്? അവിടെ ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ? അതിന്റെ വരുമാനം വാങ്ങിയിട്ടില്ലേ? അപ്പൊ അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. ഞാൻ അതിനെ എതിർത്തെന്ന് മനസ്സിലാക്കരുത് നിങ്ങൾ. അല്ലാഹു തആല ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട്. ഗൾഫിലും നാട്ടിലും പല മേഖലയിലും കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കട്ടെ. അതിൽ നന്നായിട്ട് സദഖ ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ കച്ചവടത്തിൽ ലാഭവും വളർച്ചയും ഉയർച്ചയും വികാസവും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. തടസ്സങ്ങളിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്
പടച്ചോനെ പറഞ്ഞോ കേട്ടോ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ ഖൽബിൽ നീ ഈമാൻ നൽകണേ അല്ലാ, ഖൽബിൽ സമാധാനം നൽകണേ അല്ലാ, ഖൽബിൽ തെളിച്ചവും വെളിച്ചവും നൽകണേ അല്ലാ. അഴുക്കുകളിലോ തമ്മാടിത്തരങ്ങളിലോ കൊണ്ടുപോയി വീഴ്ത്തല്ലേ അല്ലാ. ജീവിതം ദുസ്സഹമാണ്, സാഹചര്യങ്ങൾ എല്ലായിടത്തും വളരെ കൃത്യമാണ്. പക്ഷെ തോന്നിവാസത്തിൽ ഏർപ്പെടുത്തല്ലേ അല്ലാ. നിന്റെ കാവൽ പ്രദാനം ചെയ്യണേ അല്ലാ. ആന്തരിക നിർഗുണ അവസ്ഥയിൽ നിന്ന്, ആന്തരിക രോഗാണുക്കളിൽ നിന്ന്, ബാഹ്യമായ രോഗാണുക്കളിൽ നിന്നും ഒരുപോലെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ദുനിയാവും ആഖിറും പരാജയപ്പെടുത്തല്ലേ അല്ലാ. സ്വകാര്യമായ തമ്മാടിത്തരങ്ങൾ ആളുകൾ കാണാതെ ഒപ്പിച്ചിട്ട് അവസാനം നരകത്തിൽ പോയേണ്ട അവസ്ഥ നൽകല്ലേ അല്ലാ. ഏത് ഇരുട്ടത്തും ഒറ്റയ്ക്കും സൗകര്യ സാഹചര്യങ്ങൾക്കിടയിലും നിന്റെ ക്യാമറ കണ്ണുണ്ട് എന്ന തിരിച്ചറിവിൽ എല്ലാ വൃത്തികേടുകളിൽ നിന്നും മാറിയിക്കാനുള്ള തഖ്വ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഹലാലായ സമ്പത്ത് നൽകണേ അല്ലാ. കടങ്ങളിൽ കുടുക്കി മരിപ്പിക്കല്ലേ അല്ലാ. കടക്കാരനാക്കി നീട്ടിവെക്കല്ലേ അല്ലാ. കടം കൊണ്ട് മനസ്സിനെ തകർക്കല്ലേ അല്ലാ. അല്ലാഹുവേ എല്ലാ ബാധ്യതകളിൽ നിന്നും വളരെ പെട്ടെന്ന് മുക്തരാക്കി തരണേ അല്ലാ. അല്ലാഹുവേ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ, രോഗങ്ങൾ മാറ്റണേ അല്ലാ. ബഹുമാന്യനായ റഷീദ്ക്ക ചെറിയ കണ്ണിന്റെ പ്രശ്നം കൊണ്ടുവന്ന നീ പൂർണ്ണമായി മാറ്റിക്കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ എല്ലാ കച്ചവടത്തിലും വേറെ ഒരുപാട് കച്ചവടക്കാർ ഇവിടെ ഉണ്ട്. ദീനിന് വേണ്ടി പ്രോത്സാഹനം നൽകുന്ന, താങ്ങും തണലുമാകുന്ന മഹലിൽപ്പെട്ടവരും പുറത്തുള്ളവരും എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകണേ അല്ലാ. അവരുടെ സമ്പത്തിലൊക്കെ നീ ഹൈറ് നൽകണേ അല്ലാ, ബർക്കത്ത് നൽകണേ അല്ലാ. അതിൽ പലരും രോഗികളാണ്, പലരുടെയും കുടുംബക്കാർ രോഗികളാണ്. നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കൊക്കെ രോഗങ്ങൾ ശിഫയാക്കി തരണേ അല്ലാ. ചെറിയ മക്കൾ മരിച്ചെടുക്കുന്ന വാപ്പാരുണ്ട്, വാപ്പമാർ മരിച്ച മക്കളുണ്ട്, ഭാര്യമാർ മരിച്ച ഭർത്താക്കന്മാരുണ്ട്. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ എല്ലാവർക്കും മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ചെറിയ കുട്ടികൾ, കണ്ടിട്ട് ആശ തീരാത്തവർ, കുഞ്ഞു വർത്തമാനം കേട്ടിട്ട് പൂതി തരാ അല്ലാഹുവേ നീ അതിനു മുമ്പ് കൊണ്ടുപോയ ചെറിയ കുട്ടികളുണ്ട്. അവർക്കൊക്കെ വാപ്പമാർക്ക് ഉമ്മമാർക്ക് സ്വർഗത്തിൽ സീറ്റ് പിടിക്കുന്ന കുട്ടികളാക്കണേ അല്ലാ. സുഹൃത്ത് ഫറൂഖിന്റെ ചെറിയ കുട്ടി അതെങ്ങനെ പറയുമ്പോൾ തന്നെ തൊണ്ട ഇടറിയിട്ടാണ് പറയാ. അപ്പോഴൊക്കെ ഞാൻ നിങ്ങൾ ഭാഗ്യവാനാന്ന് പറയും. കാരണം അത്രയും കുട്ടികൾ സ്വർഗത്തിലേക്ക് സീറ്റ് പിടിക്കാൻ പോകുന്നവരാണ്. ആ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ. ഞങ്ങളെ നീ സ്വർഗത്തിലാക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളെ നരകത്തിന്റെ ഒരു ജ്വാല ഒരു മൈക്രോ സെക്കൻഡ് പോലും നീ തട്ടിക്കല്ല അല്ലാ. ഈ സദസ്സ് അതിന് കാരണമാക്കണേ അല്ലാ. അല്ലാഹു മൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.